വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ നമ്മുടെ വിട പറഞ്ഞവർക്ക് ആദ്യമായി ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. സാരേ ജഹാം സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ, ഹം ബുൽബുലേ ഹൈ ഇസ്കി, ഹേ ഗുൽസിത്താൻ ഹമാരാ. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മറ്റൊരു സ്വാതന്ത്ര്യ ദിനാഘോഷ സാമൂഹികത്തിനാണ് ലോകമെമ്പാടുമുള്ള ഭാരതീയർ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്നും ഇന്ത്യ മോചിച്ചതിൻ്റെ ആഘോഷത്തിമിർപ്പിൽ നിന്നും ഒരു ഭാരതീയനും മാറി നിൽക്കാനാവില്ല. പിറന്നു വീണ നാട്ടിൽ സ്വാതന്ത്ര്യമായി ശ്വസിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട, സ്വാതന്ത്ര്യമായി സഞ്ചരിക്കാനുള്ള സാഹചര്യങ്ങൾ വിലക്കപ്പെട്ട, അഭിപ്രായങ്ങൾ തുറന്നു പറയാനും അഭിമതം രേഖപ്പെടുത്താനുമുള്ള അവസരം നിഷേധിക്കപ്പെട്ട, പാരതന്ത്ര്യത്തിൻ്റെ ഉരുക്കുചങ്ങലകളിൽ പുഴുക്കളെ പോലെ കഴിയാൻ വിധിക്കപ്പെട്ട ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ചരിത്രമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം. അടിച്ചമർത്തിയും അടിമകളാക്കിയും ഒരു ജനതയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനും കീഴടക്കിയ സ്ഥലങ്ങളിൽ നിന്നും സാമ്പത്തിക സ്രോതസ് മുഴുവനും തങ്ങളുടെ രാജ്യത്തേക്ക് കൊണ്ടുപോയി സുഖലോലുപതയിൽ ആറാടി ജീവിക്കാനും ശ്രമിച്ചു ബ്രിട്ടീഷ് പറങ്കികൾ. കഴുകൻ കണ്ണുകളുമായി പറന്ന മുഴുവൻ ശക്തികളെയും അടിച്ചോടിക്കുകയും ലോകത്തിനു മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യത്തിൻ്റെ ഗോപുരമായി ഇന്ത്യക്ക് നിൽക്കാൻ സാധിച്ചതിന് പിന്നിൽ ഒരുപാട് ദേശാഭിമാനികളുടെ കണ്ണീരിൻ്റെ, രക്തത്തിൻ്റെ, ജീവൻ്റെ വിലപിടിപ്പുള്ള കഥകളുണ്ട്. സർവായുധ സജ്ജരായ ബ്രിട്ടീഷ് പട്ടാളം ചീറിയടുക്കുമ്പോൾ ആയുധങ്ങളില്ലാതെ, ആരവങ്ങളില്ലാതെ സമര പോരാട്ടത്തിനിറങ്ങിയ ദേശാഭിമാനികളുടെ രക്തത്തിൻ്റെ മണമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. ഇത് ഞങ്ങളുടെ രാജ്യമാണ്. ഒരിഞ്ച് ഭൂമി പോലും ഞങ്ങൾ ആർക്കും എഴുതി തരില്ലെന്ന് പ്രഖ്യാപിച്ച ധീരരായ രക്തസാക്ഷികൾ, ദേശസ്നേഹികൾ, തൻ്റെ ജീവിതം മുഴുക്കെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി സമർപ്പിച്ച സമാദരണീയരായ സമരപുരുഷൻ മഹാനായ മഹാത്മാജി. സ്വാതന്ത്ര്യ സമര മുറകളിലൂടെ, സത്യാഗ്രഹ സമര വിചാരങ്ങളിൽ, നിസ്സഹകരണ നിലപാടിലൂടെ ബ്രിട്ടീഷുകാരുടെ ഉറക്കം കെടുത്തിയ നമ്മുടെ മഹാത്മാഗാന്ധി. രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ബംഗാളിലുള്ളവർ പരസ്പരം വെട്ടിമരിക്കുന്ന ഹിന്ദു മുസ്ലിം വർഗീയവാദികളെ സമാധാനത്തിൻ്റെ ശീലുകൾ പാടി നന്മയുടെ തായ്മയിലേക്ക് കൊണ്ടുവരുന്ന പ്രയത്നത്തിലായിരുന്നു ഗാന്ധിജി. അതുവഴി ഇന്ന് ഡൽഹിയിലേക്ക് സമാധാന സന്ദേശവുമായി കടന്നുപോയ മഹാത്മാവിനെ അംഗീകരിക്കാനും പോലും തയ്യാറാകാത്ത ഒരു വർഗീയവാദി നാഥുറാം വിനായ് ഗോഡ്സെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ സമ്പുഷ്ടമാക്കിയ മഹാത്മാജിയെ വെടിവെച്ചു കൊന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നതിന്, നന്മയുടെ നല്ല നാളുകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചതിന് ഒരു ഇന്ത്യക്കാരൻ നൽകിയ സമ്മാനമായിരുന്നു അത്. ഓരോ സ്വാതന്ത്ര്യ ദിനാഘോഷവും ഓർമ്മപ്പെടുത്തലാണ്. സ്വാതന്ത്ര്യ സമര രണാങ്കണത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചവരുടെയും അംഗഭംഗം വന്നവരുടെയും ഭർത്താവിനെ, മാതാവിനെ, പിതാവിനെ, അമ്മയെ, മക്കളെ നഷ്ടപ്പെട്ട രാജ്യസ്നേഹികളുടെ ധീരചരിത്രങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം. ഐക്യബോധവും ധാർമ്മിക ചിന്തയും സ്വരാജ്യ സ്നേഹവും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കട്ടെ. ഏവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. നന്ദി. ജയ് ഹിന്ദ്.